ലോകാസ്തമസ്തോസ്തു വിനോ ബന്ധു. ഞാൻ ചെറി. നമ്മുടെ ഇന്ത്യ ആര് ഭരിച്ചോ ആര് ഭരിക്കുന്നതെന്നല്ല, നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയാണ്. അവിടെ പാർട്ടിയല്ല പ്രശ്നം. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അത് നമ്മുടെ വാർഡിൻ്റെ മെമ്പറാണ്. അതവിടെ പാർട്ടിയല്ല പ്രശ്നം. അത് നമ്മൾ അംഗീകരിക്കുക. പ്രധാനമന്ത്രി ആരായാലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന അംഗീകാരം തന്നെ കൊടുക്കുക. കേരള മുഖ്യമന്ത്രി അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവിടെ പാർട്ടിയല്ല, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതും കേരളത്തിൻ്റെ മാത്രം. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ വാർഡ് മെമ്പർ അത് നമ്മുടെ വാർഡിൻ്റെ മെമ്പറാണ്. അവർ പാർട്ടീൻ്റെ മെമ്പറല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പ്രധാനമന്ത്രിയാണ്, മന്ത്രിയാണ്, നമ്മുടെ മെമ്പറാണ്. അവരെ നമ്മൾ അംഗീകരിക്കുന്നതാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ തന്നെ കുറ്റം പറയുന്നത് അത് ശരിയായ കാര്യമല്ല. കേരളത്തിൽ നിന്ന് കേരളത്തിനെ കുറ്റം പറയുന്നതും അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മളെ വാർഡിൽ നിന്ന് നമ്മളെ വാർഡിനെ തന്നെ കുറ്റം പറയുന്നതും നമ്മളെ വാർഡിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അത് പാടില്ല. അങ്ങനെ പറയുന്ന ആരായാലും, അത് ഞാൻ തന്നെ ആയാലും കുറ്റമാണ്. അത് അംഗീകരിക്കാത്ത കാര്യമാണ്. അതിന് കർശനമായ ശിക്ഷ കൊടുത്തെങ്കിൽ തന്നെ പിന്നൊരു വ്യക്തി അങ്ങനെ ആവർത്തിക്കാതിരിക്കൂ. അതിന് കേരളത്തിൽ നിന്നും ഇന്ത്യയെ കുറ്റം പറയുമ്പോൾ കേരള മിനിസ്റ്റർ അതിനുള്ള അച്ചടക്കം കൊടുക്കണം, കേസെടുക്കണം, നടപടിക്കണം, ജയിലിലാണെങ്കിൽ ജയിലിലാക്കണം, ശിക്ഷ എന്തായാലും. നമ്മളെ മെമ്പറെ കുറ്റം പറയുകയാണെങ്കിലും അത് നമ്മളെ വാർഡിൻ്റെ മെമ്പറാണ്. വാർഡിനെ കുറ്റം പറയുമ്പോൾ ആ വാർഡിനെ കുറ്റം പറയുമ്പോൾ ആ വാർഡിൻ്റെ മെമ്പറെയാണ് കുറ്റം പറഞ്ഞത്. അതുകൂടി നോക്കുക. വ്യക്തി പറയുന്നത് വേറെ, നമ്മുടെ രാജ്യത്തിനെ പറയുന്നത് വേറെ. അന്യരാജ്യത്തു നിന്നും നമ്മുടെ രാജ്യത്തും കുറ്റം പറയുന്നത് അത് നമ്മളെ രാജ്യത്തു നിന്ന് നമ്മളെ കുറ്റം പറയുകയാണെങ്കിലോ പിന്നെ നമ്മളൊരു നിലയും വിലയില്ലാത്തതാവും. അതുകൊണ്ട് ഒരു എൻജിനീയർ ആയിക്കോട്ടെ, ഏതൊരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുക തന്നെ വേണം. വേണ്ട ശിക്ഷ കൊടുക്കാഞ്ഞാൽ പിന്നൊരാളും ഇങ്ങനെ കുറ്റം പറയും. വേണ്ടാത്തതും വേണ്ടതും എല്ലാം പറഞ്ഞ് നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ആളെ മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കുക. ഏതൊരു മേഖലയിലായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളെ ഇന്ത്യനെ കാക്കുന്ന ആളാണ്. എത്ര കോടി ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. അയാളെ കുറ്റം പറയുകയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞാൽ കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന ആളല്ലേ കേരള മുഖ്യമന്ത്രി. പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ആ വാർഡിൽ 1000 1500 ആൾക്കാരെ നിയന്ത്രിക്കുന്ന ഒരാളല്ലേ വാർഡ് മെമ്പർ. അതുകൊണ്ട് കർശനമായ ശിക്ഷ കൊടുക്കണം ഏത് ആളായാലും ശരി.